സ്റ്റേഷനിലെ സ്നേഹവചനം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് ജീവിതം തന്നെ പ്രസംഗം. അരനൂറ്റാണ്ടിന് മുമ്പ് നടന്ന ഒരു സംഭവം. കൃത്യമായി പറഞ്ഞാൽ 1953 അമേരിക്കയിലെ ഷിക്കാഗോ നഗരം അതിന് സാക്ഷിയായി. അവിടുത്തെ നഗരാധിപന്മാരും ഉദ്യോഗസ്ഥ പ്രമുഖരും പൗരപ്രധാനികളും മാധ്യമ പ്രവർത്തകരുമായ വലിയ സമൂഹം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. 1952 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കരസ്ഥമാക്കിയ മഹാനെ ആദരിക്കുകയായിരുന്നു ആ ചടങ്ങിന്റെ ലക്ഷ്യം. കൃത്യസമയത്ത് ട്രെയിൻ വന്നെത്തി. ക്യാബിനിൽ നിന്ന് ഒരു വീട്ടുകാരൻ പുറത്തേക്ക് വന്നു. 6 അടി 4 ഇഞ്ച് ഉയരം, വയസ്സ് 78 ഇവ പ്രസവിപ്പ്, നരച്ചുമണി പാടി പറന്ന് കിടക്കുന്നു. കട്ടിലായി നിർമ്മിച്ച മുഖത്ത് ഗൗരവഭാവം വരുത്തുന്നു. അദ്ദേഹം പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങിയപ്പോൾ ക്യാമറ കണ്ണുകൾ മിന്നി തുടങ്ങി. ഔദ്യോഗിക സ്ഥാനങ്ങൾ ഹസ്തദാനം ചെയ്യാൻ തിരക്ക് കൂട്ടി. തന്നോട് വിശിഷ്ടാതിഥി ആദരപൂർവ്വം അവരോട് നന്ദി അറിയിച്ചു. 2 മിനിറ്റ് തന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു തിടുക്കത്തിൽ നടന്നു നീങ്ങുന്ന ജനക്കൂട്ടത്തിന്റെ നടുവിലേക്ക് നീങ്ങി. കറുത്ത വർഗക്കാരിയായ ഒരു വയോധിക 2 വലിയ പെട്ടികളും താങ്ങി ക്ലേശപൂർവ്വം നടക്കുകയായിരുന്നു. അവരുടെ സമീപം എത്തി പുഞ്ചിരിച്ചുകൊണ്ട് ആ വലിയ 2 പെട്ടികളും അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി വഹിച്ച് അവർക്ക് പോകേണ്ട ബസ്സിന് അടുത്ത് വരാൻ യാത്ര ചെയ്തു. അവരെ ബസ്സിൽ കഴിച്ചെത്തി ശുഭയാത്ര നേർന്ന ശേഷം തിരികെ ആതിഥേയ സമൂഹത്തിന്റെ അടുത്തെത്തി. നിങ്ങളെ ഇത്രയും സമയം കാത്തു നിർത്തേണ്ടി വന്നത് ക്ഷമിക്കണമെന്ന് വിനയപൂർവ്വം പ്രസ്താവിച്ചു. മഹാനാണെന്നും ഡോക്ടർ ആൽബർട്ട് ഐൻസ്റ്റൈൻ. ജർമ്മനിയിലെ കുലീനമായ ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച് തത്വശാസ്ത്രത്തിലും സംഗീതത്തിലും വേദശാസ്ത്രത്തിലും ഡോക്ടറേറ്റ് നേടിയ അദ്ദേഹം ഇരുണ്ട ഭൂഖണ്ഡം എന്ന് അന്ന് അറിയപ്പെട്ടിരുന്ന ആഫ്രിക്കയിൽ പോയി മിഷണറി പ്രവർത്തനം നടത്തിയത് അദ്ദേഹമാണ്. അവിടെ അദ്ദേഹം ഒരു വലിയ ആശുപത്രി സ്ഥാപിക്കുകയും കുഷ്ഠരോഗികൾക്ക് വേണ്ടി പ്രത്യേക ശുശ്രൂഷാ സൗകര്യങ്ങൾ ക്രമീകരിക്കുകയും ചെയ്തിരുന്നു. ബ്രദർഹുഡ് ഓഫ് ദ നേഷൻസ് എന്ന പ്രസ്ഥാനത്തിൽ കൂടി ലോക സമാധാനത്തിന് വേണ്ടി അദ്ദേഹം ചെയ്ത നിസ്തുലമായ സേവനത്തെ അംഗീകരിച്ചാണ് നോബൽ സമ്മാനം അദ്ദേഹത്തിന് നൽകിയത്. ഇപ്രകാരം ലോകം മുഴുവനും ശ്രദ്ധയും അംഗീകാരവും ആദരവും ബാധിച്ച മഹാത്മാവാണ് ഒരു കറുത്ത വർഗക്കാരി മുത്തശ്ശിയുടെ പെട്ടികൾ ചുമന്ന് അവരെ സഹായിച്ചത്. ഒരാൾ വലിയ അഭിനന്ദനത്തോടെ തന്റെ സമീപം നിൽക്കുന്ന ഒരു റിപ്പോർട്ടോടെ പ്രകാരം പറഞ്ഞു, "That is the first time I ever saw a sermon walking." നടക്കുന്ന പ്രസംഗം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. രീതിയിൽ നടന്നുകൊണ്ട് പ്രസംഗിക്കുന്ന ചില സ്ത്രീകളെയും പുരുഷന്മാരെയും ചില ടിവി ചാനൽ കാണാറുണ്ട്. ഒരിടത്ത് നിന്നുകൊണ്ട് പ്രസംഗിച്ചാൽ ആദ്യ സംവിധാനം ശരിയാവുകയില്ലെന്ന് ചിന്തിച്ചിട്ടാകുമോ ഇത്തരം പ്രസംഗം. അത്തരം പ്രസംഗത്തെ ചൊല്ലിയല്ല മേൽ പ്രസ്താവന. വാചകത്തിലൂടുന്ന പ്രസംഗത്തിന്റെ സ്ഥാനത്ത് പ്രവൃത്തിയിൽ കൂടി ഒരു വലിയ സന്ദേശം സംവേദനം ചെയ്ത കാര്യമാണ് പ്രസ്താവിച്ചത്. ദീപപ്രഭയുടെ അകമ്പടിയിൽ ഉച്ചഭാഷണയും മറ്റു ഉപാധികൾ ഉപയോഗിച്ച് സ്റ്റേജിൽ നടന്നും ഓടി മലറി വിളിച്ചുമൊക്കെ നടക്കുന്ന പ്രസംഗങ്ങൾ ഒട്ടേറെ. പക്ഷേ ജീവിതത്തെ പ്രസംഗമാക്കുന്നവരുടെ സംഖ്യ വിരളമായതാണ് നമ്മുടെ വലിയ പ്രശ്നം. നിങ്ങളുടെ വാക്കിനേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നത് നിങ്ങളുടെ ജീവിതമാകുന്നു. യേശുക്രിസ്തു ചെയ്തത് കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്നവനല്ല, സ്വർഗസ്നേഹി പിതാവിന് ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തിന് അവകാശി. കേവലം വാക്കുകൾ കൊണ്ടുള്ള പ്രയോഗത്തെക്കാൾ പ്രവൃത്തി കൊണ്ടുള്ള സാക്ഷ്യമാണ് ഫലപ്രദമാകുന്നത്. അങ്ങനെ നമുക്കെല്ലാവർക്കും കർത്താവിനെ അനുഗമിച്ച് മറ്റുള്ളവർക്ക് പ്രചോദനമാകാൻ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്നെ നിർത്തുന്നു.